السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവലോക പരിപാലകനും മനുഷ്യരായ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചോദിക്കാതെ പറയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ നിസാ സൂറയിലെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ആയത്താണ് ഒതുക്കേൽപ്പിച്ചത്. ഈ ആയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ നല്ല മനസ്സോടെ നല്ല പ്രാർത്ഥനയോടെ കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ജീവിതം നന്മയിലാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്ക് പലരോടും കടമകളും കടപ്പാടുകളുമുണ്ട്. ആരോടൊക്കെ കടമകളും കടപ്പാടുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ജീവിതത്തിൽ ഓട്ടത്തിലാണ് നമ്മൾ, ആർക്കും തിരക്കാം, ഒരാൾക്കൊരു നന്മക്ക് ഒഴിവില്ല, എന്തു പറഞ്ഞാലും ബിസിയാണ്. പക്ഷെ ഈ തിരക്കിനിടയിൽ, ഈ ഓട്ടത്തിനിടയിൽ, ബിസിക്കിടയിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ, ബിസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തനിക്ക് ആരോടൊക്കെ കടമകളും കടപ്പാടുകളും ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി എന്തൊക്കെ തിരക്കാണെങ്കിൽ അതൊക്കെ കൃത്യമായി നിർവഹിച്ച് ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഒരാൾ നിസ്കാരത്തിലൊക്കെ വളരെ ശ്രദ്ധയുണ്ട്, മറ്റു ഇബാദത്തുകളിലൊക്കെ കണിശതയുണ്ട്, പക്ഷേ ചില വിഷയങ്ങൾ ശ്രദ്ധയില്ലെങ്കിലോ അള്ളാഹ്ക്കോനെ വേണ്ട, അള്ളാഹ്ക്കോനെ താല്പര്യമില്ല. അതാണല്ലോ ഇസ്ലാം ഈ വിഷയത്തെ ചില വിഷയങ്ങൾ സ്വർഗത്തിക്കാണ് പോകൂലെന്ന് അടിവരയിട്ട് പറഞ്ഞ വിഷയങ്ങൾ. നിസ്കാരമുണ്ട്, ബാക്കിയുണ്ട്, പക്ഷേ സ്വർഗത്തും പോകൂല. ഒരു സ്ഥലത്ത് റസൂലുള്ളാഹി പറയാം, റഗിമ അൻഫുൻ റഗിമ അൻഫുൻ സുമ്മ റഗിമ അൻഫുൻ, നശിക്കട്ടെ അവൻ, തൊലയട്ടെ അവൻ, മുഖം കുത്തി വീഴട്ടെ അവൻ. വിശ്വാസികളെ ഒരു ശാപവാക്കാണത്. അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഇഹപര സൗഭാഗ്യത്തിനവൻ അർഹനായി തീരൂല. സ്വഹാബാ കിറാം ഇത് വല്ലാതെ ബേജാറോടുകൂടിയാണ് കേട്ടത്. അനന്താ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, നശിക്കുന്ന. മഹാനായ പ്രവാചകൻ തിരുമേനിയോട് സഹാബാ കിറാം ചോദിച്ചു, നബിയേ ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണവർ? ഈ തകരുന്ന് തരിപ്പണമായി പോകുന്നവരാരാ? പ്രവാചകൻ തിരുമേനി പറയുന്നു, മൻ അദറക വാലിദൈഹി ഇൻദൽ കിബരി ഫലൻ യദ്ഖുലിൽ ജന്ന. ഒരാളോ രണ്ടാളോ വയസ്സായിട്ട് മാതാപിതാക്കൾ തന്റെ കയ്യിൽ ലഭിച്ചിട്ട് സ്വർഗപ്രവേശനം സാധ്യമാകാത്തവൻ,
വിശ്വാസികളെ, എന്ത് നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കൂല. എത്ര ഗൗരവമുള്ളൊരു വാക്കാണിത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനസ്സ് വെക്കാത്തവൻ, മാതാപിതാക്കൾ അവഗണിക്കുന്നവൻ. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും പരിചരിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമെന്നോ? ഇൻദൽ കിബർ. ആരോഗ്യമുള്ള സമയത്ത് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചു. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ മുക്കും മൂലയിൽ കൊക്കിക്കൊരച്ച് പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തോട് താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല, ആരോടും താല്പര്യമില്ല. ജീവശവം പോലെ വീടിന്റെ മൂലയിൽ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സ്നേഹം നൽകാൻ, പരിഗണന നൽകാൻ, കൂട്ടിപ്പിടിക്കാൻ, ചേർത്തു പിടിക്കാൻ, സ്നേഹം നൽകാൻ ഒരുക്കമാണോ മക്കളെ ഞാനും നിങ്ങളുമെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് നമുക്കുണ്ടാകും. ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി ചോദിക്കുന്നു, വാപ്പയും ഉമ്മയും ആരാണ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ്, നരകമാണ്. നിന്റെ സ്വർഗപ്രവേശനം തീരുമാനിക്കുന്നതിൽ നിന്റെ മാതാപിതാക്കളോടുള്ള സമീപനം ഏറ്റവും പ്രധാനമാണ്. പറഞ്ഞു വന്നെന്താണെന്ന് പ്രിയപ്പെട്ടവരെ, തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ചില വിഷയങ്ങളിൽ ഗൗരവം കാണിക്കണം. ഏറ്റവും കൂടുതൽ കടപ്പാട് റബ്ബിനോടാണ്. സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറപ്പിനോടാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബ്ദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഏറ്റവും കടപ്പാട് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറപ്പിനോട് തന്നെയാണ്. അവനോടാണ് നമുക്ക് കടപ്പാടുകൾ ഏറ്റവും പ്രധാനം. എന്താ? തൗഹീദാണ്. ശിർക്കില്ലാത്തവനാണോ ഞാനും നിങ്ങളുമെങ്കിൽ ആരാധനകളുടെ സകല അംശങ്ങളും സൃഷ്ടിച്ച റബ്ബിന് മാത്രം സമർപ്പിക്കുന്നവനാണോ ഞാനും നിങ്ങളുമെങ്കിൽ അൽഹംദുലില്ലാഹ്. ആ കാര്യത്തിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒട്ടുമിക്ക ആളുകളും കൃത്യതയിലേക്ക് വന്നവരാണ്. ഈ മനസ്സോടെ ജീവിച്ചു മരിച്ചു പോകാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. രണ്ടാമത്, ആരോടൊക്കെ ബാധ്യതകളുണ്ടോ കടപ്പാടുകളുണ്ടോ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കുടുംബം പ്രശ്നമാണ്, കുടുംബബന്ധം പ്രശ്നമാണ്, രക്തബന്ധം പ്രശ്നമാണ്. കുടുംബബന്ധത്തിൽ ശ്രദ്ധിക്കുന്നില്ല ഒരു സഹോദരൻ, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു അവൻ ഇടപെടുന്നില്ലെങ്കിൽ സുഹൃത്തേ, ഹബീബായ പ്രവാചകൻ പറയുന്നു, സ്വർഗം ലഭിക്കൂല. ഇത്രമാത്രം കനപ്പെട്ടൊരു വാക്കാണ് യദ്ഖുലുൽ ജന്ന. ഈ ഹദീസൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോ. കണ്ട ചൊറുക്കിന് സ്വർഗം ലഭിക്കുമെന്ന് ആരും വിചാരിക്കണ്ട സുഹൃത്തേ. സ്വർഗപ്രവേശനത്തിന് അല്പം ശ്രമകരമാണ്. എല്ലാരെയും സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കൂല. അതിന് യോഗ്യതയും അതിന് കൃത്യമായ കൃത്യതയിലേക്ക് വന്നവനെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. റസൂലുള്ളാഹി പറയലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല ഖാതിഉർ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. ഈ ഖുത്ബ കേൾക്കുന്നവർ ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നവരിൽ ഓരോരുത്തരും വിലയിരുത്തിക്കോ. വല്ലവരോടും കുടുംബബന്ധം വിച്ഛേദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? അകന്നു നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? കണ്ടാൽ മിണ്ടാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ഇതുവരെയും കൊലേ കാലങ്ങളായി ആ വീട്ടിലേക്ക് പ്രവേശിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗപ്രവേശനം കൊതിക്കുന്നുവെങ്കിൽ, സൃഷ്ടിച്ച റബ്ബിന്റെ തൃപ്തി കിട്ടിയ ലോകത്തോട് യാത്ര പറയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുടുംബബന്ധം എത്ര വഷളായിട്ടുണ്ടെങ്കിലും എത്രയും വേഗത്തിൽ അത് വിളക്കി ചേർക്കണം. വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഈ സദസ്സിൽ കുടുംബബന്ധം മുറിച്ചവൻ ഒരാൾ ഉണ്ടെങ്കിൽ, ഈ പള്ളിയിൽ കുടുംബബന്ധം മുറിച്ചു വന്നിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, മലക്കളി സദസ്സ് ഇറങ്ങൂല. അത്ര ഗൗരവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരാളങ്ങോട്ട് വിളിച്ചു, ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ തിരുമേനിയുടെ വഹിയാണത്. കുടുംബബന്ധം മുറിച്ച് പ്രവാചകന്റെ സദസ്സിൽ വന്നിരുന്നൊരു സുഹൃത്തിനെ അടുത്ത് വിളിച്ച് നബി പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, സദസ്സിനെ ബോധ്യപ്പെടുത്തിയതല്ല. നീ ആ ബന്ധം വിച്ഛേദിച്ചില്ലേ, അതൊന്ന് ഇണക്കി ചേർത്തി വാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ആ സഹാബി എണീറ്റ് പോകും. സഹാബത്ത് ചോദിച്ചു, എന്താ നബി അത്? അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കൾ ആ സുഹൃത്ത് ഈ സദസ്സുള്ളത് കൊണ്ട് വരാൻ മടി കാണിച്ചു. വഹിയാണത് പ്രിയപ്പെട്ടവരെ. എത്ര ഗൗരവമാണത്! അർഹാം എന്നത് എത്ര ഗൗരവമായ വിഷയമാണ്. ഞാൻ ഓതി കേൾപ്പിച്ചില്ലേ ആയത്ത്, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ കൂട്ടരെ നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖുല്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വല്ലർഹാം
രക്തബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അർഹാം, റഹിം വല്ലാത്തൊരു വാക്കാണ്. എത്ര ഗൗരവം. കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റു സെറ്റ് ഇടപെടണം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. സഹാബത്ത് അങ്ങനെയായിരുന്നു, പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. കുടുംബത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകന്മാർ. ഇബ്രാഹിം നബി വാപ്പാന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലേ? സ്വന്തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലേ? മക്കൾക്ക് വേണ്ടി ആ മഹാനുഭവൻ ദുആ ചെയ്തില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം നബി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാപ്പാനോട് തൗഹീദിന്റെ കാര്യം വെട്ടി തുറന്ന് പറയുകയാണ്. കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നതോടുകൂടി തന്നെ സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ഉണരണം. നിസ്കരിക്കാത്ത കുടുംബാംഗങ്ങളിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, എളാപ്പമാരുണ്ടെങ്കിൽ, മൂത്താപ്പമാരിലുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇടപെടണം. എന്തേ കാരണം? നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ അവരും പോകണം, നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. അതല്ലേ പ്രവാചകൻ തിരുമേനിയോട് ഒരായത്ത് റസൂലുള്ളാഹി അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. നബിയെ, കുടുംബങ്ങളിലുള്ളവർക്ക് ഒരു താക്കീത് നൽകണം. നബിക്ക് ഇറക്കി കിട്ടിയപ്പോ മഹാനായ പ്രവാചകൻ കുടുംബങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ആ ആയത്തിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് നബി കുടുംബത്തിൽപ്പെട്ട വല്ല ചുളുവിൽ സ്വർഗത്ത് പോകാൻ ധരിച്ചു വെച്ച ആളുകൾ ഉണ്ടായിരുന്നു. ശൈത്താൻ അങ്ങനെ പോലെ മനസ്സിൽ ചിന്തിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കും. അപ്പൊ ആ ധാരണ നബി കുടുംബത്തിൽ പെട്ടു എന്നുകൊണ്ട് സ്വർഗം കിട്ടൂല എന്നൊരു വ്യക്തമാക്കി കൊടുക്കാൻ റഹ്മാനായ ഒരു ആയത്ത് ഇറക്കി കൊടുക്കുക. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങി കിട്ടിയപ്പോ എല്ലാ കുടുംബങ്ങളെയും പ്രവാചകൻ എടുത്തു വിളിക്കുന്നു, ഭാര്യമാരെ എടുത്തു വിളിക്കുന്നു. ഓരോരുത്തരോടായി റസൂലുള്ളാഹി പറഞ്ഞു, മിനല്ലാഹി ശൈആ, റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നാൽ സാധ്യമല്ല. അൻഖിദൂ അൻഫുസകും മിനന്നാർ, നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നി രക്ഷപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കണേ. തോളൊഴിഞ്ഞ് സംസാരിക്കാൻ. മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്. യാ ബിന്തി മുഹമ്മദ്, യാ ഫാത്തിമ ബിന്തി മുഹമ്മദ്, അന്തി കിതാതുകബദി. മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഉപ്പാനോട് പൈസ വേണോ മോളെ, നീ ചോദിച്ചോ. നരകാഗ്നി രക്ഷപ്പെടുന്ന വിഷയത്തിൽ മോളെ നീ തന്നെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടാണ് ഇട്ട് സംസാരിക്കുന്നുവെങ്കിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടണം. യാ നിസാ അന്നബി, പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരോടങ്ങ് പറയണം, നിങ്ങൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. വഹിയിറങ്ങുന്ന വീട്ടിലെ പെണ്ണുങ്ങളാണ് നിങ്ങൾ, വഹിയിറങ്ങുന്ന വീട്ടിലെ സ്ത്രീകളാണ് നിങ്ങൾ. അള്ളാനെ പേടിയുണ്ടോ? സൂക്ഷ്മതാബോധമുണ്ടോ? പടച്ചോനെ പേടിയുണ്ടോ? നിങ്ങൾ വാക്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റൊരുത്തിനോട് സംസാരിക്കുമ്പോ നല്ല നിലക്ക് ചുളി നിവർത്തിക്കൊണ്ട് സംസാരിക്കണം. കൊഞ്ചിക്കൊഴയല്ലേ, കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് അന്യ പുരുഷനോട് സംസാരിക്കല്ലേ. ഹൃദയത്തിൽ ലോകമുള്ളവൻ നിങ്ങൾ ആഗ്രഹം ജനിക്കാൻ കാരണമായി തീരും. മാന്യമായി സംസാരിക്കണം. ആലോചിച്ച് നോക്കിയവരെ, ഭാര്യമാരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടണം. കുടുംബത്തിന്റെ കാര്യം അത്രയും പ്രധാനമാണ്. ഈ ഖുത്ബ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങളോടുള്ള നമ്മുടെ സമീപനം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കും. കുടുംബബന്ധം മുറിച്ചും സ്വർഗത്ത് പോകില്ല, അത്രയും ഗൗരവമാണ്. മഹാനായ റസൂലുള്ളാഹി പറയാ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗപ്രവേശനം സാധ്യമല്ല. ആര് പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം മുറിച്ചവൻ. കുടുംബങ്ങളുടെ കാര്യത്തിൽ കുറെ വിഷയങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് പലപ്പോഴും കുടുംബബന്ധങ്ങൾ മുറിയാൻ കാരണം. സാമ്പത്തിക വിഷയങ്ങൾ, ചിലർക്ക് പൈസ ഉണ്ടാവും, ചിലർക്ക് പൈസ ഉണ്ടാവില്ല. അതൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെ? അനന്തര വിഷയങ്ങളിൽ ശർഇന്റെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അനന്തര വിഷയത്തിൽ അല്ലേ, ഓഹരി വെക്കുമ്പോ വാപ്പി മരിച്ചാൽ ഞാൻ കഴിഞ്ഞ ഏതൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് ഓഹരി വെക്കുക. ഓരോരുത്തർക്കുള്ളതാണ് കൃത്യമായിട്ട് ശർഅ അനുസരിച്ച് കൊടുക്കുക. പിന്നെ ഒരാൾ അല്ലേ, അന്യന്റെ ഒരു ഫിൽസ് നമ്മളെ മുതൽ കലരണ്ട പ്രിയപ്പെട്ടവരെ. ഒരു 5 പൈസ മറ്റൊരുത്തന് അർഹതപ്പെട്ട് നമ്മളെ കയ്യിൽ വരണ്ട, സ്വർഗം കിട്ടൂല. റസൂലുള്ളാഹി പറയാ,
മനിക്കുത്ത മറ്റൊരുത്തന്റെ ഹക്ക് ഒരുത്തൻ സ്വന്തമാക്കിയാൽ സ്വർഗം കിട്ടൂല. ഇത്ര ഗൗരവമാണ്. നമ്മൾ ഈ ഖുതുബക്ക് എന്തിനാ വെള്ളിയാഴ്ച വരുന്നത്? നമുക്ക് പരലോക രക്ഷയ്ക്ക് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുകൂടാ, എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഗൗരവത്തോടെ ആലോചിക്കാനാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗമാണ് അല്ലേ, സാമ്പത്തിക വിഷയങ്ങളാണ്. പലപ്പോഴും ജ്യേഷ്ഠാനുജ ഒരു ഉമ്മയുടെ വയറ്റിൽ വന്ന മക്കൾ പരസ്പരം കുത്തിക്കീറാനും പരസ്പരം കൊലവിളി നടത്താനും, ജീവിതകാലം മുഴുവനും ഞാൻ മരിച്ചാൽ പോലും അവനെന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുതേ എന്ന് പറയാൻ മാത്രം പലപ്പോഴും പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബബന്ധങ്ങളാണ്. കുടുംബബന്ധങ്ങളിൽ വളരെയേറെ വിളക്കി ചേർക്കുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. ഒരാൾ നമ്മോട് അകന്നു നിന്നാൽ ഏറ്റവും നല്ലവനാരാ? അങ്ങോട്ട് പോയി ഇടപെടുന്നവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്രവാചക തിരുമേനി പറയാം, രണ്ടാൾ തെറ്റിയാല് ഓനെന്താ അങ്ങോട്ട് മുണ്ടിയാൽ എന്ന നിലക്കല്ല. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ ആര്യൻ സലാം കൊണ്ട് തുടങ്ങിയവൻ അവനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഈ ഖുതുബ കേട്ട് നമ്മൾ ആലോചിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടൂല. പ്രിയപ്പെട്ടവരെ, ആരിഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന പടച്ചറപ്പ് നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുടുംബബന്ധം സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അർറഹീമു മുഅല്ലഖത്തുൻ ബിൽ അർശി, സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കാൻ. എന്നിട്ട് പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മൻ വസലഹു വസലഹുല്ലാഹ്, ആരാ ബന്ധത്തെ പവിത്രമായി കണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അല്ലാഹുമായി ബന്ധം സ്ഥാപിച്ചവൻ. ചില ആളുകളൊക്കെ ഉണ്ട്, എല്ലാ കുടുംബങ്ങളിലൂടെയും പോകും, സമയം കണ്ടെത്തി പോകും, അവസരങ്ങൾ ഉണ്ടാക്കി പോകും. ഓൽക്കൊക്കെ പടച്ചവന് വലിയ അനുഗ്രഹം ഉണ്ടാവും. അങ്ങോട്ട് എങ്ങനെയാണ്? അങ്ങോട്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനത്തോന് അള്ള ഇഷ്ടപ്പെടുന്നവനല്ല. ഇങ്ങോട്ട് ഉഷാറായിട്ടാണോ, നല്ല നിലക്കാണോ, എന്നാൽ അങ്ങോട്ടും നല്ലത്. നമ്മൾ പറയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പാലല്ലേ വഴിയല്ലേ എന്നൊക്കെ പറയും. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോട് പ്രിയപ്പെട്ടവരെ മാന്യമായി പെരുമാറുന്നവനാണ് കരുണാവാദിയായ റബ്ബിന്റെ തൗഫീക്ക് ലഭിക്കുന്നവൻ. അങ്ങനത്തെ മനുഷ്യൻ അള്ളാന്റെ പ്രത്യേകമായ ഒരു കാവൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞാൽ ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് നല്ല നിലയ്ക്ക് സമീപിക്കുന്നവനോട് നല്ല നിലയിൽ നിൽക്കുന്നവനല്ല നല്ലവൻ, അവനല്ല കുടുംബം ചാർത്തിയവൻ. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വലാകിന്നൽ വാസിലല്ലദീന ഖതിഅത് റഹിമഹു വസലഹാ, ബന്ധം മുറിച്ചത് ചേർക്കാൻ ശ്രമിക്കുന്നവനാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ എന്താന്ന് കാണുന്ന റബ്ബുണ്ടല്ലോ. മറിച്ച് അങ്ങോട്ടെങ്ങനെ അങ്ങനെ ഇങ്ങോട്ടും അല്ല, മറിച്ച് ബന്ധം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു സഹോദരൻ, എന്നാലോ മറ്റവൻ വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ അടിയനാണ്, ഈ സുഹൃത്തിനാണ് പടച്ചറപ്പിന്റെ തൗഫീഖ് ഉണ്ടാകുക. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നൊരു സഹാബി പറയും, നബിയെ ഇന്നലീ ഖറാബ, എനിക്ക് കുറച്ച് കുടുംബങ്ങളുണ്ട്, ഓലെ കൊണ്ട് കുടുങ്ങിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എനിക്ക് ഇന്നലീ ഖറാബ, പ്രവാചകരെ എനിക്ക് ചില കുടുംബങ്ങളുണ്ട്, അസിലുഹും, ഞാൻ അവരോട് അടുക്കാൻ ശ്രമിക്കുന്നോറും അവർ എന്നോട് അകലാൻ ശ്രമിക്കുന്നു. ഞാൻ അവരോട് ചിരിക്കുമ്പോ അവർ കൊഞ്ഞനം കാട്ടുന്നു. അവരോട് ഞാൻ തന്റെ ഇടപൂർവം ഇടപഴകുമ്പോ അവിവേകത്തോടുകൂടി അവർ എന്നോട് സമീപിക്കുന്നു. നബിയെ വല്ലാതെ വിഷമിച്ചു പോയി, വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ എന്ന് റസൂലുള്ളാഹിന്റെ ഒരു സഹാബി എന്ന് പറഞ്ഞപ്പോ, ഈ ഖുതുബ കേൾക്കുന്നവരെ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനത്തെ സമീപനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോ നമ്മളായിരിക്കും ഈ ഭാഗത്തെ പ്രതി, അപ്പുറത്ത് നല്ല ആളുകളായിരിക്കും, നമ്മളായിരിക്കും ജഹലോടുകൂടി മോശമായി പെരുമാറുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ആളോട് റസൂൽ പറഞ്ഞ എന്താണെന്നാണ്, ലൈൻ കുന്ത കമാ ഖുൽത, എല്ലാരും ശ്രദ്ധിച്ചോളൂ, പറഞ്ഞത് ഈ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ, നീ ഈ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ, നീ സത്യമായിട്ടാണോ ഈ വിഷയം പറഞ്ഞെങ്കിൽ, നീ അങ്ങോട്ട് ചിരിക്കുമ്പോ കൊഞ്ഞനം കാട്ടുന്നു, നീ നല്ല നിലയിൽ നിൽക്കുമ്പോ നിന്നെ വിഷമിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, കുത്തുവാക്കുകൾ പറയുന്നു, വഷളാക്കുന്നു, നാലാളുകൾക്കിടയിൽ മോശം പറയുന്നു, അങ്ങനെയാണ് നിന്റെ കുടുംബങ്ങൾ, നീയോ ഒന്നും പറയുന്നില്ല, അനാവശ്യം പറയുമ്പോ തിരിച്ചു പറയുന്നില്ല, നിന്നെ കൊഞ്ഞനം കാട്ടുമ്പോ തിരിച്ചു കൊഞ്ഞനം കാട്ടുന്നില്ല, ഈ ക്ലിയർ ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ആ സുഹൃത്ത് ശരിക്ക് വെണ്ണീർ തിന്നാണ്, ഒരു തുള്ളി വെള്ളോടി കുടിക്കാതെ. അപ്പൊ എന്താന്നോ, ഓന്റെ കാര്യം അപകടമാണെന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ. കാരണം ഓന് അത്ര വെറുക്കപ്പെട്ട വ്യക്തിയായി മാറും. എന്നിട്ട് റസൂൽ പറയാണ്, ഈ നിലക്കാണ് ജീവിച്ചു മുന്നോട്ട് പോകുന്നെങ്കിൽ ലാ യസാലു മഅക മിനല്ലാഹി ദഹീറാ, റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിന്ന് ഒരു സഹായി നിന്റെ കൂടെ ഉണ്ടാകും.
കുടുംബങ്ങളില്ലല്ലോ എന്നുള്ള പേടിയല്ലേ എനിക്കുള്ളത്, പോലെ നമ്മളെ സഹായിക്കുന്നില്ലോ എന്നുള്ള വിഷമല്ലേ ഉള്ളത്, അവരോട് നല്ല നിലയിൽ നിന്നാൽ മോശമായി പെരുമാറുന്നു എന്നതല്ലേ നിന്റെ പ്രശ്നം. അള്ളാഹുവിൽ നിന്നൊരു പ്രത്യേക കാവല് നീ നടക്കുന്നിടത്തോളം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കാൻ. ആലോചിച്ചു നോക്ക്, ഇത്രമാത്രം മഹനീയമായ വാക്കുകളാണ് പ്രവാചകൻ. ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല തുറകളിലും ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനധർമ്മം കൊടുക്കുമ്പോഴും കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കണം. കുടുംബത്തിന് നൽകുമ്പോൾ 2 കൂലുണ്ട് എന്നാണ്. ചില ആളുകളൊക്കെ സക്കാത്തിന്റെ വിഷയം പറയുമ്പോ ഇന്ത്യ സക്കാത്തിന്റെ വീതം സെല്ലിൽ ഏൽപ്പിക്കാത്ത ചോദിക്കുമ്പോ അത് കുടുംബങ്ങൾക്ക് നൽകി. കുടുംബം കൊടുത്തോളി നല്ല തന്നെയാണ്. ഇന്ന് റമളാൻ മാസത്തിൽ മാത്രമല്ല കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 12 മാസം, ഒരു കൊല്ലത്തിൽ 12 മാസം അല്ലെങ്കിൽ 12 മാസം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പല ആളുകളും പറയാറുണ്ടാ, ഞാൻ കുടുംബത്തിന് കൊടുത്തോളി കുഴപ്പമില്ല. പക്ഷേ ആ കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടല്ല താങ്കളുടെ സക്കാത്ത്, വേറെയും കുറെ ആളുകൾക്ക് താങ്കളുടെ സക്കാത്ത് അർഹതപ്പെട്ടതാണ്. ഒരു പ്രിയപ്പെട്ടവരെ 10 ലക്ഷം ഉണ്ടോ, 25,000 റുപ്യ സക്കാത്ത് അവന് കൊടുക്കേണ്ടതുള്ളത്. അത് കുടുംബത്തിന്, അത് എല്ലാവർക്കും അവന്റെ സക്കാത്ത് അർഹതപ്പെട്ടതാണ്. എന്നാൽ ഈ സഹോദരൻ റമളാൻ മാസം മാത്രമല്ല, ആരൊക്കെ എന്റെ കുടുംബത്തിൽ വിഷമവും പ്രയാസവും പട്ടിണിയും ബുദ്ധിമുട്ടും കഴിയുന്നത് ആലോചിക്കേണ്ടത്. അവനും അവന്റെ കുട്ടികളും ഫുഡ് കഴിക്കുന്നുവെങ്കിൽ, കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊല്ലത്തിലെ എല്ലാ ദിവസങ്ങളിലും അങ്ങോട്ടൊരു ശ്രദ്ധയുണ്ടാകണം. റമളാൻ മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രവാചകൻ തിരുമേനി പറയുന്നത് എന്താണെന്നോ, അവന് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകും. ആ കുടുംബബന്ധം ചാർത്തി എന്ന പ്രതിഫലത്തിലുപരി അള്ളാഹുവിന്റെ വലിയ ദറജ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന്. സദക്ക കൊടുത്ത അവന് സഹായം കൊടുക്കുമ്പോൾ 2 പ്രതിഫലം കൊടുത്ത പ്രതിഫലം, 2 കാര്യം ചെയ്ത പ്രതിഫലം റഹ്മാനായ റബ്ബിന് നൽകുമെന്ന്. ചില ആളുകളൊക്കെ എന്താണ്, പേരിനും പ്രശസ്തിക്കും വേണ്ടി വേറുള്ളവർക്കൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്യും. സ്വന്തം കാലിനടിയിലുള്ളവരെ ശ്രദ്ധിക്കാത്തവരുണ്ടോ? ആ ഹദീസ് പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുന്നു, ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അങ്ങനത്തവനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കയ്യടി കിട്ടാൻ, നല്ല വാക്ക് കിട്ടാൻ, ധർമ്മിഷ്ഠനാണെന്ന് വരുത്തി തീർക്കാൻ ലോകർക്കെല്ലാവർക്കും കയ്യടിഞ്ഞു നൽകുകയും സ്വന്തങ്ങളിൽ, കുടുംബങ്ങളിൽ, ഒടപ്പറപ്പിയങ്ങൾ, രക്തബന്ധങ്ങളിൽ കണ്ണിയിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും കഴിയുന്നവരെ ശ്രദ്ധിക്കാതെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കൂല. അല്ലാഹു റസൂൽ പറയല, യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. പരലോകത്തോനെ അള്ളാഹ്ക്ക് വേണ്ടേ വേണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇത് വിശാലമായ വിഷയമാണ്. നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ മനസ്സ് വെക്കണം. രക്തബന്ധത്തിന് അത്രയും മഹത്വം കൽപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. അപ്പോ എല്ലാ കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കണം. ഈ ഖുതുബ കേട്ട് നമ്മൾ പഠിച്ചവന്റെ ഈ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തണം. അവനാണ് വിശ്വാസം, അവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ഇന്നലകളിൽ അല്ലാഹുവിന്റെ തെറ്റുകൾ പുറത്തുകൊണ്ടാ ഇന്നു മുതൽ നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ തുണക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസം. വിശ്വാസികളെ, ഞാൻ ഓതി കേൾപ്പിച്ച സൂറത്ത് നിസാഇന്റെ തുടക്കം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് ആ ബന്ധത്തിന്റെ പവിത്രത ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു പറയാം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതുപോലെ തന്നെ അർഹാമിന്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ കായത്ത് അവസാനിപ്പിക്കണം. നോക്കുകയാണ്, അല്ലാഹ് എല്ലാം മുറാഖബത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഖുതുബ കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഈ ഖുതുബ കേട്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകൾ തിരുത്താൻ ശ്രദ്ധിക്കുന്നതും എല്ലാം അല്ലാഹു കാണും. റഖീമാണവൻ, എല്ലാം അവൻ നിരീക്ഷിക്കുന്നവനാണ്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയാൽ അതിന്റെ പ്രയാസം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുക, അള്ളാഹിനോട് അടുക്കുക. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മൾ ഇവിടെ വിട്ടുപോകണം, അല്ലേ? മരിച്ചതിന് ശേഷം അനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല. വേഗത്തിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനും ക്ലിയർ വരുത്താനും ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്തേ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയേണ്ടവരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയും സൂക്ഷ്മതയും തഖ്വയും കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ്, ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്.
പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും ഒക്കെ ശ്രദ്ധിക്കണമെന്നതാണ് ചെറിയ രൂപത്തിൽ നമ്മൾ ഉണർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ സമ്പത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? എൻ്റെ കയ്യിലുള്ള പൈസ അതിൽ ബറക്കത്തുള്ളതായി തീരണം, ആയുസ്സൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലെ? എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ നമ്മൾ ബേജാറാകണം, നമ്മളതിന് ഓടിപ്പാഞ്ഞ് നടക്കുന്നു. കാരണം എന്താ? ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. ഇത്ര വാർദ്ധക്യത്തിന്റെ അവശതയിൽ അല്ലെ ICU കിടക്കുന്ന വെന്റിലേറ്ററിന്റെ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിലെന്താ? കുറച്ചുകൂടി നീട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തന്നെയാണ്. അത് മനുഷ്യ സഹജമായ ആഗ്രഹം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേൾക്കും. ആയുസ് ആർക്കെങ്കിലും നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, തന്റെ റിസ്കിൽ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു കാര്യവും കുടുംബം എന്ന ചാർത്ത. സ്വന്തം കാര്യം ചിന്താഭാന്ന് നടക്കണവന് അള്ളാഹു റിസ്കിൽ വിശാലത നൽകൂല, അവന് ആയുസ് നീട്ടിക്കിട്ടൂല. കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആളുകളൊക്കെ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് എനിക്കൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വിഷമം കൊണ്ട് ചിലപ്പോൾ പറയാറുള്ളൊരു വാക്കാണ്, ഞാൻ എൻ്റെ 2 മക്കളെയും കെട്ടിച്ചു, ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെട്ടു, എനിക്കായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, മറ്റോ നല്ല വിളവനായിട്ട് ഓൻ്റെ കാര്യം സേഫാക്കി എന്ന് ചില ആളുകൾ വിഷമത്തോടെ പറയാറുണ്ട്. എന്നാൽ നല്ല മനസ്സിലായിക്കൊള്ളു, ഓൻ സേഫായിട്ടില്ല, ഈ വ്യക്തിയാണ് സേഫായിട്ട്. കുടുംബത്തിന്റെ മക്കളെ കാര്യം ശ്രദ്ധിച്ചു, പെൺമക്കളെ കാര്യം ശ്രദ്ധിച്ചു, ഉടപ്പുറപ്പിങ്ങളെ കാര്യം ശ്രദ്ധിച്ചു, ഓല അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചു. സ്വന്തത്തിന് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയാണ് വലിയ സമ്പാദിച്ച മനുഷ്യൻ. അവൻ അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് ഉണ്ടാകും. അവൻ അല്ലാഹു എല്ലാ അഭിവൃദ്ധിയും നൽകും. മഹാനായ പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കാൻ, ആര് തന്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, പ്രവാചകൻ തിരുമേനി പറയുന്നു, ഫല്യസിൽ റഹ്മഹു, അവൻ കുടുംബബന്ധം ചാർത്തിക്കൊള്ളട്ടെ, അവൻ അല്ലാഹു ഐശ്വര്യം നൽകുമെന്നാണ്. അതുകൊണ്ട് ഈ ഖുതുബകളുടെ നമ്മളെല്ലാവരും അല്ലെ, നമുക്ക് എല്ലാവർക്കും ഈ 2 കാര്യങ്ങളിലും അള്ളാന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, കുടുംബബന്ധത്തെ പൊന്നുപോലെ കാണണം അല്ലെ. എന്നാൽ ആദർശപരമായ നിലയിൽ ചില വിഷയത്തിൽ നമ്മുടെ സ്റ്റാൻഡ് വിട്ട് കളിക്കാനും പാടില്ല അല്ലെ. വാപ്പ മരിച്ചൊരു വർഷം തികയാണ്, അവര് വന്നിട്ട് വിളിക്കാണ് വരണം, അപ്പൊ അവിടെ ക്ലിയർ ആക്കി പറയണം. വാപ്പ മരിച്ച 3 അത് പാടില്ല. അവിടെ നമ്മളെ സ്റ്റാൻഡ് ക്ലിയർ ആക്കാം. അപ്പൊ കുടുംബം തെറ്റോ? അത് തെറ്റൂല. ദീനും ഇസ്ലാമും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ഇന്ന കാരണത്താൽ എനിക്ക് വരാൻ പറ്റൂല, നിങ്ങളത് കൊണ്ടാടരുത്, അത് ഇസ്ലാം അംഗീകരിക്കണതല്ല. അള്ളാഹുവും അവന്റെ പ്രവാചകനും കൽപ്പിച്ച കൽപ്പനകൾക്കെതിരെ കുടുംബങ്ങൾ നീങ്ങുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് അനുസരിക്കേണ്ടതല്ല. ഉപ്പാനോടും ഉമ്മാനോടൊക്കെ അങ്ങനെയാണ്. മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ ഖുർആൻ, ആ വാപ്പയും ഉമ്മയും അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു വിഷയത്തിൽ നിന്ന് നിർബന്ധിപ്പിക്കുന്ന പക്ഷം ഫലാ തുതിഉഹുമാ, 2 പേരെയും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. എന്നാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, നപ്പാനിമാനി അവഗണിക്കണ്ട, അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാ ഇത് പറയണപ്പാ, നിങ്ങളോടല്ല എനിക്ക് ഏറ്റവും കടപ്പാട്, എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചെറുപ്പിനോടാണ്. ആ റബ്ബിനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂല. ഇസ്ലാമിന്റെ ചരിത്രം എത്രയാണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് ബന്ധം പവിത്രതയോടെ മുന്നോട്ട് പോകാൻ, ആഖിറം നഷ്ടപ്പെടുന്ന വിഷയത്തിലാണെങ്കിൽ ചുളി നിവർത്തി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി, അല്ലാത്ത വിഷയത്തിലൊക്കെ സഹകരിച്ച് സ്നേഹിച്ച് കൂട്ടിപ്പിടിച്ച് റാഹത്തായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. വന്നതിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾ തിരുത്തി ഇസ്തിഗ്ഫാറുമായി ജീവിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങളിലൊക്കെ അപാകതകൾ നിങ്ങൾ തിരുത്താനും വരുത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകൊള്ളുമ്പോൾ നൽകുമാറാകട്ടെ. അറിവില്ലായ്മയാൽ, അജ്ഞതയാൽ, അവിവേകത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളായിട്ടുള്ളവരുണ്ട്. എത്ര ആളുകൾ ആ കസേരകളിൽ ഇരിക്കുന്നവർ, കുറെ ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സിഹത്ത് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ക്യാൻസറുമായി ബന്ധപ്പെട്ട വിഷമങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. وآخر دعوانا أن الحمد لله رب العالمين.